ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മിച്ചം വരുന്ന ഇഡ്ഡലിയൊക്കെ എടുത്തു വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇഡ്ഡലി 65. ഫ്രിഡ്ജിലൊന്ന് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. 1 മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടുന്ന ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ഈ പഴംപൊരിയുടെയൊക്കെ പോലെ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്റർ വേണം കേട്ടോ. ഞാനിവിടെ ലൂസായിട്ടാണ് എടുക്കുന്നത്. തിക്കായിട്ടുള്ള കോട്ടിംഗ് ഇല്ല, വളരെ തിൻ കോട്ടിങ്ങാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഇട്ട് കൊടുത്ത് ബാറ്റർ തയ്യാറാക്കിയതിലേക്ക് നമ്മുടെ ഇഡ്ഡലി നുറുക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. ഈ സമയം ഞാൻ ഒരു പാത്രത്തിൽ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഇത് വളരെ തിന്നായിട്ടുള്ള കോട്ടിങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തിരിയുടെ തിക്കായിട്ടുള്ള ബാറ്റർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കോട്ടിംഗ് ആയിട്ട് തന്നെ വരും കേട്ടോ. പഴംപൊരിക്കൊക്കെ ഉള്ള ഒരു ബജിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു കോട്ടിങ് കിട്ടും. നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറാണ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയെല്ലാം ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വറുത്തെടുക്കാം. കാരണം അധികം സമയമൊന്നും വേണ്ട, കാരണം ഉള്ളു വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ ബാച്ചും ഇതുപോലെ വറുത്തെടുക്കാം. ലാസ്റ്റ് ബാച്ചിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തെടുത്തത് നമുക്കത് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാറ്റ് മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരല്പം നാരങ്ങാനീരും കൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഒരല്പം നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 സ്ലൈസ് നാരങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം വറുത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. 2 സ്ലൈസ് നാരങ്ങ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് നാരങ്ങാനീരൂടെ പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ഇഡ്ഡലി അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്ക്സ് കൂടെ അറിയിക്കണം കേട്ടോ, മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.